ഇപ്പൊ സമയം 5:36. ഞങ്ങൾ 5:30 മുന്നേ വീട്ടിൽ ഇറങ്ങി. ഇടപ്പള്ളി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം see you on the road. അറിയില്ല, എങ്ങോട്ടെങ്കിലും പോവാം. പോകുന്ന വഴി എങ്ങോട്ടാണ് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് അതിരപ്പള്ളി. പ്രോ ഡ്രൈവർ ആൽബിൻ ബിജു. അതെ, നിങ്ങൾക്കുണ്ട് ഇതുപോലത്തെ ഹസ്ബൻഡ്? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ മാത്രം സ്കിപ്പ് അടിച്ച് വിടുന്ന ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്യൂ. Let's create a union, guys. Let's create a union. Smile, please. ഇതിന്റെ വായ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പം അതിരപ്പള്ളി വാഴച്ചാലിന്റെ പ്രാന്ത പ്രദേശത്തൂടെ യാത്ര ചെയ്യാണ്. വിശന്നിട്ട് വയ്യാതിന്റെ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ അതെ, ഞാൻ ഒരു ആനപ്പെട്ടം കണ്ടു. പക്ഷെ ആനനെ കണ്ടില്ല. എവിടെയെല്ലാം കാണുമായിരിക്കും. ഒരു കുരങ്ങനെ പോലും കാണുന്നില്ല ഗൈസ്. വിവിയുടെ കുരങ്ങ്, ആന, മാന എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഒന്നിനെ പോലും കണ്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? സോറി, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണ പറയുന്നേ. നടക്കത്തില്ല. ഡിലീറ്റ് നമുക്കൊരു Q&Aയിലോട്ട് പോയാലോ? ഓക്കെ, ഇറ്റ്സ് നത്തിങ് ബിക്കോസ് ഇറ്റ്സ് ബീൻ 1 year since we met and since our wedding. ഈ വരുന്ന മെയില് ഞങ്ങള് കല്യാണം കഴിച്ച് 1 year ആവാണ്. May 2nd our engagement anniversary and May 1st is our wedding anniversary. So tell me, May 1st wedding anniversary, May 6th. What എന്താണ്? Okay, tell me Chaya, what do you feel? It's been a year. Tell me. ഒരു വർഷമായുള്ളൂ. ഹീസ് എന്താ ഒരു വർഷമായുള്ളൂ സങ്കടപ്പെടുന്ന. മോർ ഇയേഴ്സ് ടു ഡൗട്ട്. ഈ ഒരു വർഷം എന്റെ കൂടെ കണ്ടു ഗൈസ്. നിങ്ങളുടെ കിട്ടിയിട്ട് ഇങ്ങനെയാണോ? എന്റെ കിട്ടിയിട്ട് ഇങ്ങനെയാണ്. ഗൈസ്, നമ്മൾ അതിരപ്പള്ളി ക്രോസ് ചെയ്തു and we are going to a beautiful way like ahead of us, and I'll show you that. Yeah, it's nice. ഇപ്പൊ ശരിക്കും എന്താ വേണ്ടെന്നറിയോ? മരത്തിന്റെ മുകളിലല്ല, പാറയുടെ മുകളിലോ. റേഞ്ച് പോയി. ഓ ഗൈസ്, പാട്ട് നിന്ന് പൊതുവെ വണ്ടികൾ തീരെ കുറവാണ്. അത് നല്ല രസമുണ്ട്. റഷില്ലാത്ത കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു വിജനമായ ഒരു വഴി പോലെ. ചൂട് ചായ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് ദാറ്റ് വൺ റൈറ്റ് നൗ. ഒരു സൈഡിൽ കുന്ന്, നടുക്ക് റോഡ്, അപ്പുറത്തെ സൈഡിൽ ആതിരപ്പള്ളി പുഴ. നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാലെല്ലാം ക്രോസ് ചെയ്ത് now we are going towards മലക്കപ്പാറ.
The journey starts here. Exactly. എനിക്ക് കുറെ നാളായിട്ട് ഈ എന്താ മലകപ്പാറ പിന്നെ വേറെ സ്ഥലമായിട്ടുണ്ടായിരുന്നല്ലോ വാൽപ്പാറ. വാൽപ്പാറ കുറെ നാളായിട്ട് വാൽപ്പാറയിലെ കുറെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു പോണെന്ന്. ആക്ച്വലി ഫ്രോം മാരേജ് ഞങ്ങള് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കുഡ്ന്റ് ഗോ ദേർ. ബട്ട് മേ ബി ഇറ്റ്സ് എ ടൈം ഫോർ us. It's not the right season as he said, but it's good. It's really nice. Because ഓരോ സീസണിലും നേച്ചർ will surprise us with its own beauty. നമ്മളായിട്ട് അതിന്റെ ബ്യൂട്ടി കണ്ടുപിടിക്കുന്നല്ലേ. But every season is kind of bit different and a bit beautiful. So we need to enjoy every bit moment. ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഫാമിലിയായിട്ട് കുറെ നേരം ഇരുന്ന് കുക്കൊക്കെ ചെയ്ത് പോകും. ഷാനൊക്കെ വന്നാൽ നമ്മള് വേഴാമ്പൽ ഗൈസ്, നിങ്ങൾ സൗണ്ട് കേട്ടോ? ഐ തിങ്ക് ഇറ്റ്സ് വേഴാമ്പൽ സൗണ്ട്. ഹോൺബിൽ. സംതിങ് ഇസ് ദേർ. വെയിറ്റ് സർ, അങ്ങോട്ടെടുക്കാം വണ്ടി. എന്താ അങ്ങോട്ടാണ്? കോഴി ഗൈസ്. വേറെന്താ? അതോ? കാട്ടുകോഴിയല്ല, പൂങ്കോഴിയാ. സംതിങ് ഓൺ ബിയോ ഫ്രണ്ടിൽ എന്താണ്, പക്ഷെ കാണാൻ പറ്റുന്നില്ല ഗൈസ്, കാണാൻ പറ്റുന്നില്ല. മയിൽ ഗൈസ്, മയിൽ ഗൈസ് എവിടെ വരത്തില്ല. ഇവര് മാറുമോ പോലും അല്ല, ഇവര് മാറുമോന്ന്. ഓക്കെ കാട്ടുകോഴി. അത് കാട്ടുകോഴിയായിരുന്നു. അതല്ലേ പറഞ്ഞേ, ബ്ലറായിട്ടിരിക്കുന്നേ, ഫോക്കസ് ആയിട്ട്. Sorry guys, I thought it is a mile. Oh, mile. Peacock. It's not a peacock, it's a... എന്നാലും നമ്മൾ ഇങ്ങനത്തെ ഒരു വ്യൂല് പോകുന്നത്. പുറകിലെത്രയും വണ്ടിയുണ്ടോ? മയിലിന്റെ കട. സ്ലോ. ഗൈസ്, മയില്. ഐ ഷോ യു. ഗൈസ്, മയിൽ ഗൈസ്. Slow guys. ആനേനെ കണ്ടില്ലെന്നുള്ള പരാതി എനിക്ക് തീർന്നു. മയിലിനെ കണ്ടില്ല. ഞാൻ കാട്ടുകോഴിയെ. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് കാട്ടുകോഴി. ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇമോഷൻ. നമ്മൾ മയിലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി സൂവിലാണ് മയിലിനെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫറെന്റ് emotion, a different feeling. I thought ആ സൗണ്ട് കേട്ടപ്പോൾ, ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് ഹോൺബിൽ ആയിരിക്കും, ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി പീകോക്ക്. ഹീസ് ഓൾവേസ് കോളിംഗ് മീ. എവിടെ ഫോൺ പിടിക്കുന്നേ, എങ്ങോട്ടാ വെച്ചേക്കുന്നേ, പോർട്രേറ്റ് എടുത്താൽ ശരിയാകുമോ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നിടത്ത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ. ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും വ്യൂ കിട്ടുന്ന പോയിന്റിൽ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നത് ശരിയാണോ ഗൈസ്? നിങ്ങൾ അതൊക്കെ പക്ഷെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നിടത്ത് ഇങ്ങനെ ഫീൽ കിട്ടില്ല, കാരണം ഇപ്പോൾ റഷ് ആയ കാരണം. നമ്മുടെ ഫ്രണ്ടില് ഒരു അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ആനക്കൂട്ടം ഫ്രണ്ടിലുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല. മേ ബി വിൽ ജസ്റ്റ് മിസ് ദാറ്റ്. നമുക്ക് നോക്കാം, പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി അവര് ആ ഡയറക്ഷനിൽ നിന്ന് വന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി, നമുക്ക് മിസ്സായിട്ടുണ്ട്. ഒരു 10-14 ഉണ്ടെന്നാണ് ഇപ്പൊ കിട്ടിയ അറിവ്. നോക്കാം, ബൈ ചാൻസ് എവിടെയെങ്കിലും ഇപ്പൊ കാണാൻ പറ്റുമോ.
നോക്കാം കേട്ടോ എവിടെയെല്ലാം കിട്ടുമോന്ന്. ഒരു വാലാനെല്ലാം കണ്ടാൽ മതി, കണ്ടെന്നൊരു പേര് കിട്ടുമല്ലോ വന്നിട്ട്. ഇവിടെ എങ്ങനെയാണ് പോയിട്ടുണ്ട്. ഇവിടെ 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 കാണത്തില്ല. ആണ്ടാണ്ട് കിട്ടുന്നില്ല. അവിടെ കണ്ടോ ആനയെ കണ്ടെന്നേ. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അതിന്റെ നടുക്കായിട്ട് വീട് പണി രാവിലെ ആന വെള്ളം കൊണ്ട് അതെ, കുളിക്കാനുള്ള വെള്ളവും അടിച്ചലക്കാനുള്ള വെള്ളമായിട്ട് ആന വരുന്നത്. ചൂടാണ് മയിലിനെ വിളിച്ചാലും എന്തൊക്കെയോ പക്ഷികളുടെ സൗണ്ട് കേൾക്കാം നന്നായിട്ട്. നമുക്കൊരു ആനേനെ മിസ്സായി ആക്ച്വലി. നമ്മൾ വന്ന വഴിക്ക് കുറെ ആനക്കൊണ്ടും പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കുറെ മുന്നേ കാണാൻ പറ്റും. കുറെ മുന്നേ വെച്ചാൽ ഒരു 5-6 കാർ മുന്നേ അല്ലേ, അതിൽ കൂടുതൽ കാറിന് മുന്നേ ആയിരുന്നു. അതെല്ലാം പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ആനയുടെ വാലെങ്കിലും കണ്ടാൽ മതിയെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് ആക്ച്വലി ആനയുടെ കുട്ടിയെ കണ്ടു ഗൈസ്, വേറൊന്നും കണ്ടില്ല. ഐ മീൻ ആനനെ കണ്ടില്ല. ലുക്ക് ഗൈസ്, മരമെല്ലാം വീണ് കിടപ്പുണ്ട്. സോ ഒന്നെങ്കിൽ ആന വല്ലതും കുത്തിയിട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒടിഞ്ഞു പോയത്. പോകുന്ന വഴികളിലെല്ലാം കുത്തിയിട്ടൊന്നും അങ്ങനെ ഞാൻ ജസ്റ്റ് എടുത്തില്ലല്ലോ. അല്ല, പോകുന്ന വഴികളിലെല്ലാം നല്ല ഫ്രഷ് ആനപ്പെണ്ണുങ്ങൾ കാണാം. പക്ഷെ ആനയെ ഇതുവരെ നമ്മുടെ ക്യാമറകളിൽ കണ്ടു കിട്ടിയിട്ടില്ല. സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് എന്താ കണ്ടു കിട്ടുന്നത്. എന്റെ കൂടെ ഒരു കിട്ടിയുന്നുണ്ട്. എന്റെ ബാക്കി ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരെല്ലാം ഭയങ്കര കോഷ്യസ് ആയിട്ട് അവർക്ക് എന്തേലും കാണാൻ കിട്ടിയാലോ, മയിലിനെയോ പുലിനെയോ മാനിനെയോ ആടിനെയോ എന്തേലും വഴിയിൽ കാണാൻ കിട്ടിയാലോ എന്നുള്ളൊരു കോഷ്യസില് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ഉണ്ട് വണ്ടി. ഇവിടെ എത്ര നേരം പൊക്കോണ്ടിരുന്ന തന്നെ എത്രയാ, 60-ലാണ്. ഇപ്പഴാണെന്ന് സ്ലോ ആക്കി 30-ല് പോകുന്നത്. അതിന്റെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി, ഇവരൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കുവാണോ? ഇവരൊക്കെ എന്താ ഇത്ര വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. കുറച്ചുകൂടി സ്പീഡിൽ പോയി എന്നാ നിൽക്കുന്നത്. ഭംഗി ആസ്വദിക്കാമെന്നാണ്. The one and only Alvin Vijoy, husband of Blessing George. Selfie video. Here starts Malakkapara. Just 1 second. ഇത്ര നേരം നമുക്ക് റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇപ്പോഴത്തേക്കാണ് റേഞ്ച് വന്നത്. ആൻഡ് യു നോ വൺ തിങ്, കുറേ നേരം റേഞ്ച് ഒന്നും ഇല്ലാതെ ആരുടെ ഫോൺ കോൾസോ ഒന്നും ഇല്ലാതെ, എന്താ ഈവൻ പാട്ട് പോലും ഇല്ലാതെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് മലക്കപ്പാറ കഴിഞ്ഞ് ഇതിങ്ങനെ അടുത്ത വാൽപ്പാറ ജംഗ്ഷൻ ഇതിലേക്ക് പോയി കിടക്കുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ. സംഭവം പുറത്തിറങ്ങാൻ നല്ല ചൂടുണ്ട്, പക്ഷെ ഒരു തണുത്ത കാറ്റുണ്ട്. വഴിയൊക്കെ നല്ല വഴിയായിട്ട്, ഇവിടുത്തെ സൂപ്പർ വഴി. വീതി കുറവാണേലും അടിപൊളിയായിട്ട് ടാർ ചെയ്ത് സെറ്റാക്കിയിട്ടാണ്. സോ ലെറ്റ്സ് റിവ്യൂ അബൌട്ട് ദ വഴി. സർക്കാരും എല്ലാം പറയും. ആൻഡ് യു ഗോയ്സ്, യു നോ വൺ തിങ്, അങ്ങ് ഇടുക്കിന്നാണ് ഇവിടെ വന്നിട്ട് തേയിലത്തോട്ടം കാണാൻ വന്നേക്കുന്നത്. ദാറ്റ്സ് എ ഫണ്ണി പാർട്ട് ഇൻ ദിസ്. ഇടുക്കി രാജക്കാട്ടിന്നല്ലേ. വീട്ടിൽ ചെന്ന് അപ്പനോട് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളോട് പോയി, നിങ്ങൾ വാൽപ്പാറ അവിടെ എന്നാ ഉള്ള തേയിലത്തോട്ടം. ഇത് നമ്മുടെ മലക്കപ്പാറ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. രക്ഷയില്ല. നമ്മളിങ്ങനെ വന്നിട്ട്
അത് കാണുമ്പോഴൊരു ഫീലുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും നമുക്ക് വാക്കുകൾ വരില്ല എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു സെറ്റപ്പ് ആട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ ചെറിയൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നേരം കാട്ടിക്കൂടെ ഒരു വേറൊരു ഫീലിന്ന് വന്നിട്ട് പെട്ടെന്ന് തേയിലത്തോട്ടം കണ്ടിട്ട് ഇവിടെ എത്തിയത് ആകാശത്തോടെ കൂട്ടിയിട്ടുള്ള വ്യൂ ഉണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അജാതി വ്യൂ. என்ன அழகு. உங்களுக்கு தான் அழகு தெரியுது. ജിപ്സിയെ பாருங்க. ആക്ച്വലി ഒരു പാർക്ക് ഇവിടെ ഉണ്ട്. പാർക്ക് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. കുറെ വ്യൂസും കാര്യങ്ങളും ഉണ്ടായേനെ. ഇവിടെ കാട്ടുപോത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാട്ടുപോത്ത്, കടുവ, മാന്, പുലി, കരിമ്പുലി. ഇവിടെ മേളിൽ ആനയൊക്കെ ഉണ്ട്. അവിടെ ഒരു കാട്ടുപോത്തിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ. അതൊക്കെ ഇനി ഓപ്പണായി പതുക്കെ വരുവുള്ളൂ. കാട്ടുപോത്തിനൊക്കെ ഉണ്ടാക്കി ഒരാൾ പുള്ളി എൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. സോറി ഗൈസ്, നമുക്ക് ഇതിൻ്റെ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളങ്ങനെ ഈ ഡാമിൻ്റെ മേളിലെത്തി. ഷോളിയ ഡാം. എൻട്രൻസിന് നല്ല ഫീസൊക്കെ എടുക്കണ പോലും. ഇത് നമ്മുടെ വ്ളോഗർ. പറ്റി വരണ്ടിരിക്കുകയാണ് കേസ്. അയ്യോ, ഇവിടുന്ന് ഒരുത്തി വെള്ളമില്ല കേട്ടോ. ഒട്ട് വെള്ളമില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരം തേയിലത്തോട്ടങ്ങൾ നടുക്കോടെ പോകുന്നൊരു പെട്ടെന്നൊരു സൈഡിൽ മരങ്ങൾ പെട്ടെന്നൊരു ചേഞ്ച്. ഈ ഡിഫറൻസ് കൊള്ളാം കേട്ടോ. ശരിക്കും നമ്മളൊരു ഡിപ്രഷൻ മൂഡ് അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി റിയലി എസെൻഷ്യൽ ടു മേക്ക് എ മൂവ്. ഒരു ചെറിയ ട്രിപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇറ്റ്സ് റിയലി എസെൻഷ്യൽ ടു അവർ ലൈഫ്. നമുക്ക് ഒരു 5 കിലോമീറ്റേഴ്സ് എങ്കിൽ 5 കിലോമീറ്റേഴ്സ്, 10 കിലോമീറ്റേഴ്സ് എങ്കിൽ 10 കിലോമീറ്റേഴ്സ്, നമ്മൾ തൊട്ടടുത്തൊരു പ്ലേസ് ആണെങ്കിൽ പോലും നമ്മളെ കാമാക്കാൻ പറ്റുന്ന ഒരു പ്ലേസ്, ജസ്റ്റ് ഗോ ദർ ആൻഡ് ടേക്ക് സം ടൈം ഫോർ യുവർ സെൽഫ്. Selfie or mandatory photos required when you see a തേയിലത്തോട്ടം. Something is happening. ചൂടായിട്ടില്ല. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള വാൽപ്പാറ എത്താൻ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ ഉള്ളൂ. പക്ഷെ അങ്ങോട്ട് പോകുന്ന വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അജാതി വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും ഒരു പീസ്ഫുൾ, വലിയ റഷൊന്നുമില്ല, സമാധാനമായിട്ട് പോകാൻ പറ്റും. പൊളിയാട്ടോ. കുറെ നേരത്തെ ട്രാവലിന് ശേഷം we are reaching a crowded place. Look at the crowd and buildings here. പക്ഷെ അതിലൊരു ശാന്തതയുണ്ട്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. What was that? That is a catastrophe. ഇത് ലേക്കാണെന്നറിയില്ല, പക്ഷെ
ഗൈസ്, ഒടുവിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ ഒരു ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വാൽപ്പാറ. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻസ്. നമ്മളിപ്പോൾ വാൽപ്പാറയിലുള്ള ലേക്കിൻ്റെ അടുത്താണുള്ളത്. ബോട്ടിങ്ങിലേക്ക് നമ്മൾ പോകില്ല, പക്ഷെ നല്ല അടിപൊളിയാണ്. കണ്ട് കുറേ നേരം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വൈബാണ്. നിൽക്കുക, പുറകിൽ തേയിലത്തോട്ടം. അങ്ങനെ സംഭവം മഴക്കാലത്ത് എല്ലാവരും ഒന്ന് വന്ന് കണ്ട സ്ഥലമായിട്ട് ഇത്. ഒരു രക്ഷയില്ല. കാരണം നമ്മൾ മൂന്നാറൊക്കെ പോയി നല്ല റഷായിരിക്കും. ആ സമയത്ത് ഇവിടെ വന്ന് ഈ ഒരു പീസ്ഫുള്ളായിട്ട് ശാന്തമായി നമുക്കിതൊക്കെ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. Here we are ending our journey to Malakapara. വാൽപ്പാറ. നല്ല ശോകമായിരുന്നു. ബിക്കോസ് തലവേദനയും കാര്യങ്ങളൊക്കെ ആനവാലി കണ്ടാൽ ചാൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മൈ ഹസ്ബൻഡ് ഡിഡ് നോട്ട് വാണ്ട് ടു സീ ദാറ്റ്. ഹലോ ഗൈസ്, ഇവിടെ എവിടെയോ ആനയുണ്ട്. ഇറങ്ങിയ പ്രശ്നമോ? ആനേനെ കാണാൻ പറ്റി. അങ്ങനെ ഒന്നല്ല, താഴെ 2-3 ഉണ്ട്. ഇവിടെ ഒരെണ്ണം നിൽക്കുന്നു. താഴെ 2-3 കാണാൻ പറ്റുന്നില്ല. അവിടെ ഇരുന്നാണ്. ഇവിടെ 2-4 അപ്പുറേക്കാണ്. നല്ല കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ആനയുടെ ഞാൻ പറയില്ല, വാല് മാത്രം, ഐ മീൻ കുണ്ടി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ ആനയുടെ ഫുൾ കണ്ടു. അവര് കുളിക്കുകയായിരുന്നു. കുളിസിന് കണ്ടു ഞങ്ങള്. കുറെ ആന ഉണ്ടായിരുന്നു. ആദ്യം പോയി കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കണ്ടില്ല, ഞാൻ കണ്ടില്ല. ഈ അപ്പുറത്തെ സൈഡിലായിരുന്നു, കണ്ടില്ല. പിന്നെ ഞങ്ങൾ റിട്ടേൺ എടുത്ത് വന്ന് പിന്നെ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അത്ര അടുത്ത് എലിഫന്റ്സിനെ കാണുന്നത്. ഐ മീൻ നാട്ടിലുള്ളതല്ല, കാട്ടാനേനെ കാണുന്നത്. ഇറ്റ്സ് ഓൾസോ ഹിസ് ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഐ തിങ്ക് സോ, റൈറ്റ്? സെക്കൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, സെക്കൻഡ് എക്സ്പീരിയൻസ്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഇവിടെ ആതിരപ്പള്ളി വാഴശാല എല്ലാം കഴിഞ്ഞു. അവിടെ ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ആതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടം കണ്ടു. കാരണം ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് പറയുന്ന നല്ല റഷ് ആയിരുന്നു. ഓൾറെഡി നല്ല റഷ് ഉണ്ടായിരുന്നു. അവിടെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് യെസ് ഒരു ചായ കുടിച്ചു. ആൻഡ് ബി സേ ബൈ വാഴശാല ആതിരപ്പള്ളി. സോറി, ആതിരപ്പള്ളി. ഹായ്. ഓക്കെ, നല്ല എക്സോസ്റ്റ് ഉണ്ട്. മുകളിൽ ഗ്രവാളിച്ച് ടോനടിച്ച്